ഇരുട്ടിൽ നിന്നും ജനിച്ച രണ്ട് യോദ്ധാക്കൾ. ഒരാൾ പോരാട്ടങ്ങളാലും ജ്വാലയാലും നയിക്കപ്പെടുന്നു, മറ്റൊരാൾ നിശബ്ദതയാലും കൃത്യതയാലും. ഡേമിയൻ പ്രീസ്റ്റും അലസ്റ്റർ ബ്ലാക്കും ഈ വെള്ളിയാഴ്ച സ്മാക്ക് ഡൗണിൽ ആദ്യമായി കണ്ടുമുട്ടുന്നു. എന്നാൽ ഇത് വെറുമൊരു മത്സരമല്ലെങ്കിലോ, ഇത് വളരെ വലിയ ഒന്നിൻ്റെ തുടക്കമാണെങ്കിലോ. ഈ ഒരു ഏറ്റുമുട്ടൽ വളരെ ലളിതമായി ആരംഭിക്കുന്നു. രണ്ട് പുരുഷന്മാർ തമ്മിൽ സ്ഥാനമാനങ്ങളും വിദ്വേഷവും ഇല്ലാത്ത വെറും ഒരു വെല്ലുവിളി. അവരുടെ ആദ്യ മത്സരം തീവ്രവും ശാരീരികവുമാണ്. വ്യക്തമായ വിജയില്ലാതെ അത് അവസാനിക്കുന്നു. എന്നാൽ തീപ്പൊരികൾ ജ്വലിക്കുന്നു. തുടർന്ന് ഒരു പുനർമത്സരം. ഒരു മത്സരം രണ്ടായി മാറുന്നു. രണ്ട് ഒരു യുദ്ധമായി മാറുന്നു. ഓരോ ഏറ്റുമുട്ടലിലും അവരുടെ ചുറ്റുമുള്ള ഇരുട്ട് വളരുന്നു. ഈ വൈരാഗ്യം മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വിജയങ്ങളെയും തോൽവികളെയും മറികടക്കുന്നു. പ്രീസ്റ്റ് തൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ ഏർപ്പെടുന്നു. ബ്ലാക്ക് തൻ്റെ ആത്മീയ നിഗൂഢതയിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നു. ഉടൻ സാധാരണ മത്സരങ്ങൾക്ക് അവരുടെ കോപം അടക്കാൻ കഴിയുന്നില്ല. WWE കാസ്കറ്റ് മാച്ചിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഭൂതകാലത്തിലേക്കുള്ള ഒരു ആദരം, ആത്മാവിനായുള്ളൊരു പോരാട്ടം. എന്നാൽ അവരുടെ യുദ്ധം അവിടെ അവസാനിക്കുന്നില്ല. ഒരു ബറീഡ് ലൈവ് പിന്തുടരുന്നു. മണ്ണിൽ മാത്രമല്ല, വിധിയിലും കുഴിച്ചെടുക്കുന്ന ശവക്കുഴികൾ. അരാജകത്വം രണ്ടുപേരുടെയും വിഴുങ്ങാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ മൈതാനം ഇരുണ്ടു പോകുന്നു. മണി മുഴങ്ങുന്നു. അണ്ടർടേക്കർ തിരിച്ചെത്തുന്നു. പോരാടാനല്ല, മറിച്ച് നയിക്കാനാണ്. മൂന്നാം മത്സരത്തിൽ അദ്ദേഹം പ്രത്യേക എൻഫോഴ്സറായി നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രതീകാത്മകമല്ല. അവരിൽ എന്തോ ഒന്ന് അദ്ദേഹം കാണുന്നു. കൈമാറേണ്ട ഒന്ന്. പിന്നെ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുന്നു. പരസ്പരം നശിപ്പിക്കാൻ തുടങ്ങിയ പ്രീസ്റ്റും ബ്ലാക്കും വലിയൊരു ഭീഷണി നേരിടുന്നു. ദ വൈറ്റ് സിക്സ്, കറുത്ത ശക്തികളുടെ അവതാര പിറവികൾ. ആദ്യം ആവശ്യകതയാൽ അവർ ഒന്നിക്കാൻ നിർബന്ധിതരാകുന്നു. പിന്നീട് വിധിയാൽ അവരുടെ വൈരാഗ്യം ഒരു ബന്ധമായി മാറുന്നു. അണ്ടർടേക്കറോ, അദ്ദേഹം വെറുതെ നോക്കുക മാത്രമല്ല ചെയ്യുന്നത്. അണ്ടർടേക്കർ ഉപദേശിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. ഫിനോമിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രീസ്റ്റും ബ്ലാക്കും പുതിയ എന്തോ ഒന്നായി ഉയർന്നു വരുന്നു. പുരാതനമായ ഒന്ന്. ദ മിനിസ്ട്രി ഓഫ് ഡാർക്ക്നെസ് 2.0. ഇനി അവർ മനുഷ്യരല്ല, അവർ ശക്തികളായി മാറുന്നു. വെളിച്ചം മങ്ങുന്നു, നിഴലുകൾ വാഴുന്നു. അവസാന പോരാട്ടം WWE റിങ്ങിലല്ല, സ്വപ്നങ്ങൾക്കും പേടി സ്വപ്നങ്ങൾക്കും ഇടയിലുള്ള ഒരു ശപിക്കപ്പെട്ട കൊട്ടാരത്തിൻ്റെ ആഴങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസ് സിനിമാറ്റിക് മാച്ച്. പ്രീസ്റ്റും ബ്ലാക്കും വേഴ്സസ് ദ വൈറ്റ് സിക്സ്. കണ്ണാടികൾ, ശവപ്പെട്ടികൾ, തീ എന്നിവയുടെ ട്രാൻസിൽവേനിയൻ നരക ദൃശ്യത്തിൽ ഇതൊരു പോരാട്ടം മാത്രമല്ല, WWE ഭാവിയുടെ ആത്മാവിനെ നിർണ്ണയിക്കുന്ന ഒരു ഗോത്തിക് ഹൊറർ കഥയാണിത്. ഒരു മത്സരമായി തുടങ്ങിയത് ഒരു യുദ്ധമായി, ഈ യുദ്ധമായി മാറിയത് ഒരു പാരമ്പര്യമായി. ഡേമിയൻ പ്രീസ്റ്റും അലസ്റ്റർ ബ്ലാക്കും അവരുടെ കഥ അവസാനിച്ചിട്ടില്ല. കാരണം നിഴലുകളുടെ ലോകത്ത് ഇരുട്ടിന് ഒരിക്കലും മരണമില്ല.